നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ റാഗിംഗ് നടന്നത് ഹോസ്റ്റൽ അധികൃതരിൽ ചിലരുടെ അറിവോടുകൂടിയാണ് എന്നതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. ഈ ഹോസ്റ്റലിൽ സെക്യൂരിറ്റി കീപ്പർ എന്ന തസ്തികയിൽ ഒരു ജീവനക്കാരനുണ്ട്. ജോയ് എന്നാണ് ഈ ജീവനക്കാരന്റെ പേര്. ഈ ജീവനക്കാരൻ രാത്രി കാലങ്ങളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഹോസ്റ്റലിൽ നടക്കുന്ന റാഗിങ്ങിനെ കുറിച്ച് ഇയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. പലപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ അലർച്ചയടക്കം കേട്ട് മറ്റ് ഫ്ലോറിലുള്ള വിദ്യാർത്ഥികൾ ഈ സെക്യൂരിറ്റിയോട് ചെന്ന് ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും യാതൊരു രീതിയിലുള്ള ഇടപെടലും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോയ് ഇതിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇയാൾ ഒരു എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി കീപ്പർ എന്ന കോട്ടയം നഴ്സിംഗ് കോളേജിൽ ഭയങ്കരമായിട്ട് റാഗിങ് നടന്നത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഭയങ്കര ടെൻഷൻ അടിപ്പിച്ചു. കാരണം ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുറേ അധികം റാഗിങ് കേസൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു കേസ് വന്നത്. ഭാഗ്യത്തിന് ഭയങ്കരമായിട്ട് ജീവൻ പോകുന്ന രീതിയിൽ അങ്ങനെയൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്ന അവന്മാരാണ് ആ ഒരു നഴ്സിംഗ് കോളേജിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ഇവന്മാർ ജൂനിയേഴ്സിനെ അത്രമാത്രം ക്രൂരമായിട്ട് ഉപദ്രവിച്ചു. അതിലും ഇവന്മാർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പസ് കൊണ്ട് വന്നിട്ട് ആ ഒരു കുട്ടികളെ എന്ത് ചെയ്യുന്നു കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം ആ ഒരു പരിക്ക് പറ്റിയിരിക്കുന്നിടത്ത് ലോഷൻ ഒഴിക്കും. അതുപോലെ തന്നെ ഡംബൽസ് കൊണ്ടുവന്നിട്ട് അവർ സ്വകാര്യ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കും. ഇങ്ങനത്തുള്ള ക്രൂരത എല്ലാം ചെയ്യുന്നുണ്ട്. അടിക്കുന്നുണ്ട്, തൊഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ പൈസ വാങ്ങിച്ചിട്ട് ജൂനിയേഴ്സിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് സീനിയേഴ്സ് ഉമാർ കുടിക്കുക എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കോളേജിലെ സെക്യൂരിറ്റി ആയിട്ടുള്ള വ്യക്തിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. രാത്രിയൊക്കെ ആകുമ്പോഴത്തേനാണ് ഈ ഒരു ഇഷ്യൂസ് എല്ലാം നടക്കുന്നത്. ജൂനിയേഴ്സിനെ എന്ത് ചെയ്യുന്നു അവരുടെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഉപദ്രവിക്കുന്നതൊക്കെ ഈ സൗണ്ട് കേട്ടിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഈ സെക്യൂരിറ്റി അടുത്ത് ചെന്ന് പറയുമ്പോഴത്തേന് സെക്യൂരിറ്റി പറയുന്നത് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട, ഇതൊക്കെ തമാശയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടി ഇതേ കണക്ക് ഉപദ്രവിക്കുന്ന അതായത് കേസൊക്കെ കൊടുക്കാൻ പോയി. അത് അവസാനം പ്രിൻസിപ്പാളൊക്കെയാണ് ഒതുക്കി തീർത്തത്. എന്നിട്ട് പോലും പ്രിൻസിപ്പാളിനൊക്കെ ഏകദേശം ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ട് പോലും ഇതിനെപ്പറ്റിയൊന്നും വലിയ ആക്ഷനൊന്നും തന്നെ എടുത്തില്ല. അതാണ് അവന്മാർ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ഓരോ നിയമ നടപടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പുതിയതായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തയെന്ന് പറയുമ്പോൾ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള തീരുമാനങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇവർ പഠിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് യൂണിവേഴ്സിറ്റി എടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ചുണ്ട് ഈ വാർത്തയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ മെയിനായിട്ടുള്ള ആൾക്കാർ. അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ കൗൺസിൽ എടുത്തിരിക്കുന്നത്. ആ തീരുമാനം കൗൺസിലിൻ്റെ പ്രധാനിയായ പ്രസിഡന്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം. കാരണം കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല. അത്തരം ആൾക്കാർ നഴ്സിംഗ് മേഖലയ്ക്ക് കടന്നു വരുന്നത് നഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊരു സേവന മേഖലയും കൂടിയാണ്. ആ സേവന മേഖലയിൽ മനുഷ്യത്വവും ഔദാര്യവും ഒക്കെ ഉള്ളവരാണ് കടന്നു വരേണ്ടത്. ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ഒരിക്കലും അതിന് അർഹരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ തുടർ പഠന സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് കൂടിയ നഴ്സിംഗ് കൗൺസിൽ എടുത്തിട്ടുള്ളത്. ആ തീരുമാനം പ്രസിഡന്റ് ഗവൺമെന്റിനെ അറിയിക്കുന്നതായിരിക്കും. ഇവന്മാരെ പോലുള്ളവന്മാർക്ക് ഇത്രയും ശിക്ഷ മാത്രം കിട്ടിയാൽ പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ വളരെ ചെറുതായിട്ടുള്ള ശിക്ഷകൾ മാത്രമാണ്. നല്ല രീതിയിൽ ഇവന്മാർ ആ കുട്ടികളെ ഉപദ്രവിച്ച രീതിയിൽ തന്നെ നല്ല രീതിക്ക് ഇവന്മാർക്ക് ശിക്ഷ കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇവന്മാരൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് കുറേ അധികം ജൂനിയേഴ്സ് കുട്ടികളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ചിലപ്പോൾ കേസുകളൊക്കെ അവിടെ കുറേ അധികം കുട്ടികൾ ഇവന്മാർ ചെയ്ത് കാണാം. അതൊന്നും പുറത്ത് വരാത്തതായിരിക്കാം. ബട്ട് ഇത് എങ്ങനെയോ ആ ഒരു കുട്ടിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം വെളിയിലായത്. ഇത്രയ്ക്ക് ഇവന്മാർക്കെതിരെ കേസെടുത്തതും ഇല്ലെങ്കിൽ ഇവന്മാർ ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നേനെ. ഇവന്മാർ നേഴ്സാവാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. എന്നിട്ടാണ് ഇത്രയും ക്രൂരത കാണിച്ചത്. ഇവന്മാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.